2026 ഏപ്രിൽ മാസം, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 9 അവസാനിച്ച കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങൾ. കേരളം അക്ഷരാർത്ഥത്തിൽ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്. ആര് ഭരിക്കും? വീണ്ടും ഒരു തുടർഭരണമോ, അതോ ചരിത്രം ആവർത്തിക്കപ്പെടുമോ, അതോ ഇത്രയും കാലം കേരളം കണ്ടിരുന്ന ഇരുമുന്നണി രാഷ്ട്രീയത്തിനപ്പുറം അപ്രതീക്ഷിതമായ മറ്റെന്തെങ്കിലും സംഭവിക്കുമോ? ചായക്കടകളിലും കവലകളിലും സോഷ്യൽ മീഡിയകളിലും ചർച്ചകൾ കൊഴുക്കുകയാണ്. ഈ കണക്കുകൾ കൂട്ടിമുട്ടിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ തല പോയിക്കുന്ന നേതാക്കന്മാർ. ആർക്കും ഒരു നിശ്ചയവുമില്ല. ഒരുപക്ഷെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയധികം പ്രവചനാതീതമായ മറ്റൊരു തെരഞ്ഞെടുപ്പ് മുൻപ് നടന്നിട്ടുണ്ടാകില്ല. വോട്ടിംഗ് ശതമാനത്തിലെ നേരിയ വ്യത്യാസങ്ങൾ പോലും വലിയ നെഞ്ചെടുപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് നൽകുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഏപ്രിൽ മാസം അവസാനിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ആ നിർണായക ദിവസം വന്നെത്തി. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്ന ദിവസം. വൈകുന്നേരം 6 മണിക്ക് മുൻപ് തന്നെ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ആളുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഓരോ വാർത്താ ചാനലുകളും അവരുടെ സ്വന്തം സർവേ ഫലങ്ങൾ പുറത്തുവിടാൻ തയ്യാറെടുക്കുന്നു. എന്നാൽ ഇതിനിടയിലെല്ലാം ഒരൊറ്റ പേരിന് വേണ്ടി, ഒരൊറ്റ സർവേ ഏജൻസിയുടെ ഫലത്തിന് വേണ്ടി രാഷ്ട്രീയ കേരളം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ തിരഞ്ഞെടുപ്പ് സർവേ ഏജൻസി ആക്സിസ് മൈ ഇന്ത്യ. മറ്റ് സർവേകൾക്ക് തെറ്റിയാലും ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കുകൾ പിഴക്കില്ല എന്നൊരു വിശ്വാസം ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിലുണ്ട്. വൈകുന്നേരം കൃത്യം 6 മണി. വാർത്താ അവതാരകരുടെ ശബ്ദമുയർന്നു. ഗ്രാഫിക്സുകൾ സ്ക്രീനിൽ മിന്നിമറഞ്ഞു. ആക്സിസ് മൈ ഇന്ത്യയുടെ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നു. ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞൊരു ഫലമായിരുന്നു അത്. കേരളം ഇതുവരെ ചിന്തിക്കാത്ത, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പ്രവചിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു വമ്പൻ അട്ടിമറിയുടെ കണക്കുകളായിരുന്നു ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ടത്. വോട്ട് ബാങ്കുകൾ തകർന്നടിയുന്നതിൻ്റെയും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിൻ്റെയും വ്യക്തമായ ചിത്രം ആ സർവേയിലുണ്ടായിരുന്നു. ആരും വിശ്വസിച്ചില്ല. പലരും അത് തള്ളിക്കളഞ്ഞു. പക്ഷേ വോട്ടെണ്ണൽ ദിവസം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തുറന്നപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കുകൾ അക്ഷരം പ്രതി ശരിയാണെന്ന് കേരളം മാത്രമല്ല, ഇന്ത്യ മുഴുവൻ കണ്ടു. ആക്സിസ് മൈ ഇന്ത്യ വീണ്ടും ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. എക്സിറ്റ് പോളുകൾ പലപ്പോഴും ഇന്ത്യയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. കാരണം പല ഏജൻസികളും AC റൂമുകളിലിരുന്ന് ടെലിഫോണിലൂടെ നടത്തുന്ന വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ പ്രവചിക്കുന്നത്. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യയുടെ രീതി അതല്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും സാധാരണക്കാരിൽ സാധാരണക്കാരായ വോട്ടർമാരോട് നേരിട്ട് സംസാരിക്കുന്നു. മുഖാമുഖമുള്ള ഈ വിവരശേഖരണവും കൃത്യമായ ഡാറ്റ സയൻസും ചേരുമ്പോഴാണ് അവരുടെ പ്രവചനങ്ങൾ ഇത്രമേൽ കൃത്യമാകുന്നത്. കേരളത്തിലെ ഫലം ഒരുപക്ഷെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടാകാം. എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ പ്രവചനം ഇതിലും വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചത്. ദ്രാവിഡ രാഷ്ട്രീയം മാത്രം വേരോടിയിട്ടുള്ള DMKയും AIADMKയും മാറി മാറി ഭരിക്കുന്ന തമിഴകം. അവിടെയായിരുന്നു ഭരണ തുടർച്ച സ്വപ്നം കണ്ടിരുന്ന DMKയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം വന്നത്. അവിടെ DMK താഴെ വീഴുമെന്നും പകരം നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള പുതിയ പാർട്ടിയായ TVK എന്ന തമിഴക വെട്രിക്കഴകം അധികാരത്തിലെത്തുമെന്നും അവർ പ്രവചിച്ചു. ആദ്യം ഈ എക്സിറ്റ് പോൾ ഫലം കേട്ടപ്പോൾ പലരും ചിരിച്ചു. ഇന്ത്യയിലെ മറ്റ് പ്രമുഖ സർവേ ഏജൻസികളെല്ലാം DMKയ്ക്ക് വലിയ മുൻതൂക്കം നൽകിയ സമയത്തായിരുന്നു ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ വേറിട്ട പ്രവചനം. ഇതൊരു സിനിമയല്ല, യാഥാർത്ഥ്യമാണ്. ഒരു പുതിയ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ ഒറ്റയടിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ദേശീയ മാധ്യമങ്ങളിലെ പ്രമുഖ അവതാരകർ പോലും തറപ്പിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ആക്സിസ് മൈ ഇന്ത്യക്കെതിരെ ട്രോളുകളുടെ പെരുമഴയായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ അവരെ പുച്ഛിച്ചു തള്ളി. വിജയ്ക്ക് യുവാക്കൾക്കിടയിൽ സ്വാധീനമുണ്ട്, പക്ഷേ അതൊരിക്കലും വോട്ടായി മാറില്ലെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം. പക്ഷേ വോട്ടെണ്ണൽ ദിവസം വന്നെത്തി. ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ പണ്ഡിതന്മാരുടെ മുഖത്തെ ചിരി മാഞ്ഞു തുടങ്ങി. DMKയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുന്നു. TVKയുടെ കൊടികൾ തമിഴ്നാട്ടിലെങ്ങും പാറിക്കളിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം വ്യക്തമായി. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം 100% ശരിയായിരിക്കുന്നു. തമിഴ്നാട്ടിൽ TVK അധികാരത്തിലേക്ക്. തന്നെയും തൻ്റെ ഏജൻസിയെയും കളിയാക്കിയവരുടെ മുന്നിൽ അന്ന് നെഞ്ചു വിരിച്ചു നിന്ന ഒരാളുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ തലവൻ പ്രദീപ് ഗുപ്ത. ആരാണ് ഈ പ്രദീപ് ഗുപ്ത? ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിനോളം തന്നെയോ അതിലധികമോ കേൾക്കുന്ന പേരായിരിക്കും ഇന്ന് പ്രദീപ് ഗുപ്തയുടേത്. വെറുമൊരു കണക്കുകൂട്ടലുകാരൻ മാത്രമല്ല അദ്ദേഹം. ഇന്ത്യൻ വോട്ടറുടെ മനഃശാസ്ത്രം ഇത്രയധികം പഠിച്ച മറ്റൊരു വ്യക്തി ഉണ്ടാകില്ല.
കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയിൽ നടന്ന 70ഓളം വലിയ തിരഞ്ഞെടുപ്പുകളിൽ 65-ലധികം അത്യന്തം കൃത്യതയോടെ പ്രവചിച്ച ചരിത്രമാണ് പ്രദീപ് ഗുപ്തയ്ക്കുള്ളത്. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു. 2019 ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പലരും വാദിച്ചപ്പോഴും NDA 350-നടുത്ത് സീറ്റുകൾ നേടി വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തുടരുമെന്ന് പ്രദീപ് ഗുപ്ത ഉറപ്പിച്ചു പറഞ്ഞു. അത് അക്ഷരം പ്രതി ശരിയായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വീണ്ടും തൂത്തുവാരുമെന്നും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് ഭരണ തുടർച്ച ലഭിക്കുമെന്നും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്നുമുള്ള പ്രവചനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ നാഴികക്കല്ലുകളായിരുന്നു. ഇവയെല്ലാം അനായാസം പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പ്രദീപ് ഗുപ്ത എന്തു പറയുന്നു എന്നത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ ആക്സിസ് മൈ ഇന്ത്യയുടെ ഈ മാസ്റ്റർ ബ്രെയിൻ മറ്റൊരു വലിയ പ്രവചനവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ മാത്രമല്ല അദ്ദേഹം ഇത്തവണ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങനെയായിരിക്കുമെന്നതിൻ്റെ വ്യക്തമായ ഒരു രൂപരേഖയാണ് അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. പ്രമുഖ വാർത്താ ഏജൻസിയായ PTIക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രാജ്യത്തെയാകെ ചിന്തിപ്പിക്കുന്ന ഈ പുതിയ പ്രവചനം അദ്ദേഹം നടത്തിയത്. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ BJPയുടെ ഭരണം ഇനി എത്ര നാൾ തുടരും? കോൺഗ്രസ്സിന് ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ? പ്രദീപ് ഗുപ്തയുടെ ഉത്തരം വളരെ വ്യക്തമായിരുന്നു. 2014 ആരംഭിച്ച BJPയുടെ ഈ സുവർണകാലം കുറഞ്ഞത് 20 വർഷമെങ്കിലും, അതായത് 2034 വരെയെങ്കിലും യാതൊരു തടസ്സവുമില്ലാതെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഭരണരംഗത്ത് വിനാശകരമായ വലിയ വീഴ്ചകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ BJPക്ക് ദീർഘകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അനിഷേധ്യ ശക്തിയായി തുടരാനാകും. ഇതൊരു വെറും പ്രസ്താവനയല്ല, ചരിത്രത്തെ കൂട്ടുപിടിച്ചാണ് അദ്ദേഹം ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏകകക്ഷി മേധാവിത്വം അഥവാ ഒൺ പാർട്ടി ഡൊമിനൻസ് എന്ന പ്രതിഭാസത്തെയാണ്. സ്വാതന്ത്ര്യാനന്തരം 1977 വരെ കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടി എങ്ങനെയാണോ ഇന്ത്യയെ അടക്കി ഭരിച്ചത്, അതേ അവസ്ഥയിലൂടെയാണ് ഇന്ന് BJP കടന്നു പോകുന്നത്. കോൺഗ്രസ് അന്ന് അനുഭവിച്ച അതേ രാഷ്ട്രീയ മേധാവിത്വം ഇന്ന് BJPയുടെ കൈകളിലാണ്. രാഷ്ട്രീയത്തിൽ ഒരു തലമുറ എന്നത് ഏതാണ്ട് 20 വർഷത്തെ കാലയളവാണ് കാണിക്കുന്നത്. ആ ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമുണ്ട്. ആ 20 വർഷത്തെ കാലയളവിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ഇനിയും ദീർഘകാലം തുടരാൻ കഴിയും. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു ത്രെഷോൾഡ് അഥവാ പരിധി രാഷ്ട്രീയത്തിലുണ്ടെന്ന് വ്യക്തമാക്കാനാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻകാല ചരിത്രം എടുത്തു കാണിക്കുന്നത്. എന്നാൽ BJPക്ക് മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷകൾ മുൻപത്തേക്കാൾ ഏറെ വർദ്ധിച്ചിരിക്കുന്നു. സൗജന്യങ്ങളെക്കാൾ മികച്ച ഭരണവും സുസ്ഥിരതയുമാണ് ഇന്നത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇനി മുതൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാവി പൂർണ്ണമായും നിലവിലെ സർക്കാരിൻ്റെ പ്രവർത്തന മികവിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? പ്രദീപ് ഗുപ്തയുടെ വാക്കുകൾ കോൺഗ്രസ് ക്യാമ്പിന് വലിയ നിരാശയാണ് നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ പ്രകാരം കോൺഗ്രസ്സിന് ഇനിയും ഒരുപാട് കാലം കാത്തിരുന്നേ മതിയാകൂ. കാരണം വ്യക്തമാണ്, മുൻകാലങ്ങളിലെ മോശം ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലുകൾ കോൺഗ്രസ്സിന് ഇപ്പോഴും വലിയ തിരിച്ചടിയാണ്. അഴിമതി ആരോപണങ്ങളും നയപരമായ പരാജയങ്ങളും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഒരു വലിയ തിരിച്ചുവരവ് നടത്താൻ കോൺഗ്രസ്സിന് ഇനിയും കൂടുതൽ സമയമെടുക്കും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോൺഗ്രസ് കേന്ദ്ര അധികാരത്തിൽ നിന്ന് മാറിയിട്ട് 15 വർഷത്തോളമാകും. ഇത്രയും വലിയൊരു ഇടവേളയ്ക്ക് ശേഷവും രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ്സിനെ വീണ്ടും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു 5 വർഷമെങ്കിലും ഇനിയും വേണ്ടി വരുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. അതായത് സമീപ ഭാവിയിലൊന്നും ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ വലിയൊരു തിരിച്ചുവരവ് അദ്ദേഹം കാണുന്നില്ല. പ്രദീപ് ഗുപ്തയുടെ ഈ പ്രവചനം പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളാണ് അരങ്ങേറിയത്. ഇന്ത്യയിലെ പ്രമുഖ വാർത്താ ചാനലുകളെല്ലാം ഈ വിഷയം ഏറ്റെടുത്തു. ടൈംസ് നൗ അവരുടെ പ്രൈം ടൈം ചർച്ചയ്ക്ക് നൽകിയ തലക്കെട്ട് തന്നെ അടുത്ത 20 വർഷത്തേക്ക് BJP മേധാവിത്വത്തിന് ഇന്ത്യയിൽ എതിരാളികളില്ലേ, പ്രദീപ് ഗുപ്തയുടെ ധീരമായ പ്രവചനമെന്നായിരുന്നു. ABP ന്യൂസും അവരുടെ മറാത്തി ചാനലായ ABP മത്സായുമൊക്കെ വളരെ വലിയ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 1977 വരെയുള്ള കോൺഗ്രസ് ഭരണത്തെ BJPയുമായി താരതമ്യം ചെയ്തുള്ള ഗുപ്തയുടെ വിശകലനമായിരുന്നു അവരുടെ പ്രധാന ചർച്ചാ വിഷയം. ഇതിനു പുറമെ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നെറ്റ്വർക്കായ ETVയും ഒഡീഷയിലെ പ്രധാന വാർത്താ ചാനലായ കനക് ന്യൂസും
ക്യാപിറ്റൽ TV-യുമെല്ലാം മണിക്കൂറുകളോളമാണ് ഈ പ്രവചനത്തെക്കുറിച്ച് ചർച്ച ചെയ്തത്. ജനങ്ങൾ സൗജന്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ഭരണ നേട്ടങ്ങളെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയെന്ന ഗുപ്തയുടെ നിരീക്ഷണം ഈ ചാനലുകളെല്ലാം എടുത്തു പറഞ്ഞു. ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ദേശീയ പ്രാദേശിക മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടായി പ്രദീപ് ഗുപ്തയുടെ ഈ വാക്കുകൾ മാറി. ഇന്ത്യൻ രാഷ്ട്രീയം എപ്പോഴും ഒരു വലിയ കടങ്കഥയാണ്. ഉത്തരം കിട്ടിയെന്ന് നാം കരുതുന്ന നിമിഷം ചോദ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രദീപ് ഗുപ്തയെ പോലെയുള്ളവർ ആ ചോദ്യങ്ങളെ ഗണിതശാസ്ത്രത്തിൻ്റെയും ജനമനഃശാസ്ത്രത്തിൻ്റെയും സഹായത്തോടെ കൃത്യമായി വായിച്ചെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുതിയ പ്രവചനം സത്യമാകുമോ? കാലം മാത്രമാണ് അതിനുള്ള ഉത്തരം. എന്നാൽ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. രാഷ്ട്രീയത്തിൽ ആരും അജയ്യരല്ല. ഓരോ വലിയ വീഴ്ചയ്ക്കും മുൻപ് ഒരു സുവർണകാലമുണ്ടാകും. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ നിൽക്കുമ്പോഴാണ് പലപ്പോഴും പതനത്തിൻ്റെ വിത്തുകൾ പാകപ്പെടുന്നത്. കോൺഗ്രസ് അത് അനുഭവിച്ചറിഞ്ഞതാണ്. BJP-യുടെ മുന്നിലുള്ള വെല്ലുവിളിയും അതുതന്നെയാണ്. കോൺഗ്രസിന് ഇനിയും കാത്തിരുന്നേ മതിയാകൂ എന്നാണ് പ്രദീപ് ഗുപ്ത പറയുന്നത്. നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരിച്ചു പിടിക്കാൻ അവർക്ക് പുതിയ തന്ത്രങ്ങളും പുതിയ മുഖങ്ങളും വേണ്ടിവരും. മറുവശത്ത് BJP-ക്ക് മുന്നിൽ ഇനിയും ഒരു അവസരമുണ്ട്. അടുത്ത ഒരു തവണ കൂടി രാജ്യത്തിൻ്റെ ഭരണം അവർ നിലനിർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം അവിടെയായിരിക്കും ഒരുപക്ഷേ BJP-യുടെയും യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യം അത്രമേൽ കരുത്തുറ്റതാണ്. ഇവിടെ രാജാക്കന്മാരില്ല, സിംഹാസനങ്ങളുമില്ല. ഉള്ളത് വോട്ടവകാശമുള്ള കോടിക്കണക്കിന് സാധാരണ മനുഷ്യർ മാത്രം. അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അവസാന നിമിഷം വരെ ആർക്കും പൂർണ്ണമായും പ്രവചിക്കാനാകില്ല, തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യൻ ജനത മറ്റൊരു വലിയ ചരിത്രം രചിച്ചേക്കാം. കാത്തിരിക്കാം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആ അനിശ്ചിതത്വത്തിനായി.